ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ്. സംഭവ സ്ഥലത്തെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി ഇനി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം ആംബുലൻസിൽ. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷബീദ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, മൃതദേഹം കൊണ്ടുപോകുന്ന ദൃശ്യമല്ല ഇപ്പോൾ കാണുന്നത്, എന്താണ് അതിൻ്റെ വിവരം? എസ് കെ അത് തന്നെയാണ്. അതായത് ഈ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ മൃതദേഹം മറച്ചിട്ടുണ്ട്. ആ മറച്ച മൃതദേഹം ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ആ ഇൻക്വസ്റ്റിന്റെ വിവരങ്ങൾ അത് നമ്മൾ പങ്കുവച്ചിരുന്നു. ജനപ്രതിനിധികൾ ഇവിടുത്തെ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. നെയ്യാറ്റിങ്കര ഡിവൈഎസ്പിയുടെയും സിയുടെയും നേതൃത്വത്തിലായിരുന്നു ഇൻക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷം പോലീസ് സർജൻ ഇവിടെ നിന്ന് മടങ്ങിയിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ് ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാകും. ചില സാങ്കേതിക തടസ്സങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ വെച്ച് സ്പോട്ട് ഓട്ടോപ്സി നടത്തുന്നതിലുണ്ട് സ്കേൻ. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വിദഗ്ധമായിട്ടുള്ള പരിശോധന. നേരത്തെ നമ്മുടെ ഫോറൻസിക് വിദഗ്ധ പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യത്തിൽ വളരെ വിശദമായൊരു പരിശോധന ആവശ്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ കൂടുതൽ ജാഗ്രതയുള്ള പരിശോധനയും പോലീസിനെ സംബന്ധിച്ച് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, അതായത് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ആറാൽമുട്ടിലെ ഈ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അവിടേക്കായിരിക്കും പിന്നീട് ബാക്കിയുള്ള നടപടികൾ നടക്കുക. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മാന്ത്രികാവയവങ്ങളുടെ പരിശോധനാ ഫലമടക്കം പോലീസിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഏത് രീതിയിലുള്ള മരണം എന്നുള്ള കാര്യത്തിൽ പോലീസ് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ച് രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. രാവിലെ വളരെ പെട്ടെന്ന് തന്നെ ഏതാണ്ട് 1.5 മണിക്കൂർ സമയം മാത്രമാണ് ആകെ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തത്. വെളുപ്പിന് 4:30 മുതൽ തന്നെ പോലീസ് നീക്കങ്ങൾ ആരംഭിച്ചെങ്കിലും പ്രോപ്പറായി തുടങ്ങിയത് ഒരു 6:15 മണിയോടുകൂടിയാണ്. അതിനുശേഷം ഇപ്പോൾ 8:30 കഴിയുന്നു, ആ സമയത്തേക്ക് എത്തുന്നു. അതിനുള്ളിൽ തന്നെ ഈ നടപടികൾ മറ്റ് വൈകാരിക പ്രതിഷേധങ്ങൾക്കൊന്നും വഴിവെക്കാതെ കംപ്ലീറ്റ് ചെയ്യാനായി എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചൊരു നേട്ടമാണ്. ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായ ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ, അതാണ് പോലീസിന് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഇങ്ങനെ അടിയന്തരമായി കൊണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. ഇൻക്വസ്റ്റിൽ നിലവിലിപ്പോൾ പോലീസ് നമ്മളോട് പങ്കുവയ്ക്കുന്ന പ്രാഥമിക വിവരം, കോൺക്രീറ്റിന്റെ സ്ലാബ് മാറ്റിയപ്പോൾ തന്നെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കഴുത്തുവരെ ഭസ്മമുണ്ടായിരുന്നു, കഴുത്തൊരു രുദ്രാക്ഷം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കാവ്യ വസ്ത്രങ്ങൾ ധരിപ്പിച്ചിരുന്നു. അതിനുശേഷം സമാധി പീഠത്തിൽ സമാധിയായി തന്നെ ഒരു ധ്യാനം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ ഇരുത്തിയത്. അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് എടുത്ത് ഈ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടാണ് ഈ ഇൻക്വസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയത്. മൃതദേഹത്തിന് കാര്യമായ പഴക്കമില്ല. കാരണം ഈ ഭസ്മം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേഹത്തെ മുഴുവൻ പൂശിയിരുന്നു. പക്ഷേ മറ്റ് പരിക്കുകൾ ഉണ്ട് എന്ന് പ്രാഥമികമായ ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിട്ടുമില്ല. അപ്പോൾ മക്കൾ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം ആ രീതിയിൽ മരിച്ചതാകാം. പക്ഷേ അപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് വീടിനുള്ളിൽ വെച്ചാണോ, മരണം സംഭവിച്ചിട്ടാണോ സമാധിപീഠത്തിലേക്ക് ഇരുത്തിയത്? മക്കൾ പറയുന്നത് അങ്ങനെയല്ല. അച്ഛൻ എഴുന്നേറ്റ് വ്യാഴാഴ്ച രാവിലെ 11 മണിയോടുകൂടി നടന്ന് സമാധിപീഠത്തിലേക്ക് ഇരുന്നു. ശേഷം പുലർച്ചെ വരെ നടത്തിയ പൂജാകർമ്മങ്ങൾക്കൊടുവിൽ ബ്രഹ്മമുഹൂർത്തം 3:30 മണിക്ക് അദ്ദേഹം സമാധിയായി എന്നുള്ളതാണ് മക്കളുടെ മൊഴി, മക്കൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴി പ്രകാരമാണെങ്കിൽ അദ്ദേഹം എവിടെ വെച്ചാണ് മരിച്ചത്, എങ്ങനെയാണ് ആ മരണം സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ എസ് കെ ഒരു ധാരണ ഉണ്ടാകണം. വലിയ ദുരൂഹതകൾക്ക് വഴിവെച്ച ആറാലുമുട്ടിലെ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടത് അദ്ദേഹത്തിന്റെ മൃതദേഹം സമാധി പൊളിച്ച് പോലീസ് പുറത്തെടുത്തത് അത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. ഏറെ ദുരൂഹമായിട്ടുള്ള വലിയ വിവാദമായ ആറാലുമുട്ടിലെ ആ വീടിന്റെ പരിസരത്ത്, അത് ആശ്രമം എന്നൊക്കെ അവർ പറയും, അതിന് തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ആംബുലൻസ് പുറത്തേക്ക് പോകുന്ന കാഴ്ച, അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ പോലീസ് സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ എസ് കെ ഒരുക്കിയിരുന്നു. മാത്രമല്ല പോലീസ് വലിയ ജാഗ്രതയിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തിയത്. കാരണം ഒരു വൈകാരിക പ്രശ്നമായേക്കാൻ സാധ്യതയുള്ളൊരു വിഷയമായിരുന്നു. കഴിഞ്ഞ ദിവസം ആദ്യ ശ്രമത്തിൽ സബ് കളക്ടർക്കടക്കം മടങ്ങേണ്ടി വന്നു. ബന്ധുക്കളുടെയും നാട്ടുകാരിൽ ചിലരുടെയും വൈകാരികമായിട്ടുള്ള പ്രതിഷേധങ്ങളുടെ പുറത്ത്. പക്ഷേ അത്തരം പ്രതിഷേധങ്ങൾ ഇപ്പോൾ മൃതദേഹം, ഗോപൻ സ്വാമിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആംബുലൻസ് യാത്രയാകുന്നത് വിവാദങ്ങളൊക്കെ അവസാനിപ്പിച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ വിവാദങ്ങൾ ഉണ്ടാകാതെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളിലൂടെ എന്താണ് ഗോപൻ സ്വാമിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് വലിയ താമസമില്ലാതെ അറിയാൻ കഴിയും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ സർജന്മാരുടെയും മറ്റുള്ള ഫോറൻസിക് വിദഗ്ധന്മാരുടെയും അതുപോലെ എക്സ്പെർട്ടുകളുടെയും സാന്നിധ്യത്തിൽ ഈ ശാസ്ത്രീയമായ പരിശോധന നടക്കുന്നതിൻ്റെ ഒടുവിൽ നമുക്ക് ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ മരണവും സമാധിയും തമ്മിൽ എത്ര അകലമുണ്ട്, അതിലെന്താണ് സംഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ മക്കൾ പറയുന്നതൊക്കെ നേരസാക്ഷ്യങ്ങൾ തന്നെ
തന്നെയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രേക്ഷകർ കാണുന്നത് ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് യാത്രയായി കഴിഞ്ഞു. ഈ വണ്ടി ഓടിയെത്തുന്നത് എല്ലാ വിവാദങ്ങളും അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാകട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം സാമുദായിക ചേരിതിരിവുകൾ ഉണ്ടാക്കാനുള്ള ചില നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ശ്രമങ്ങൾ കൂടി അറുതിയാകുന്നു എന്ന സന്തോഷ വർത്തമാനമുണ്ട്. കാരണം മതങ്ങളെയും ദൈവത്തിനെയും സാക്ഷിയാക്കി ശാസ്ത്രീയ നേട്ടങ്ങളെ കടന്നുപോകാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ആണിയടിക്കേണ്ട ബാധ്യത മലയാളിക്കുണ്ട് എന്നൊരിക്കൽ കൂടി നമ്മോട് പറയുന്നതായിരുന്നു ഗോപൻ സ്വാമിയുടെ മരണം. എന്നാൽ കോടതി ഇടപെടലോടെ അത്തരം ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾ പിന്മാറി, അവർ ചുവടുമാറ്റി. എന്തായാലും പോലീസ് ബന്ദോബസ്തിൽ കാര്യങ്ങൾ ഭംഗിയായി കലാശിക്കുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരണം. ഉള്ളൂർ, നെയ്യാറ്റിങ്കരയിൽ നിന്ന് ഉള്ളൂരിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഈ ദൂരം ഓടിയെത്തുന്നത് ഒരുപക്ഷെ നമ്മുടെ യുക്തിബോധത്തിന് നമ്മളൊരിക്കലും അവസാനം കൽപ്പിച്ചിട്ടില്ല എന്നുള്ള ശാസ്ത്ര ചിന്തയ്ക്ക് നമ്മൾ അവസാനം കൽപ്പിച്ചിട്ടില്ല എന്നുള്ള ചിന്തയിലേക്കാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. വലിയൊരു വാർത്താ സംഘം ഈ ഗോപൻ സ്വാമിയുടെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്തിയിരുന്നു. എന്നാൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷബീദ് റാവുത്തർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പറയൂ ഷബീദ് റാവുത്തർ, വിവരങ്ങൾ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരൂഹതകൾ അവസാനിപ്പിക്കാനുള്ള ഒരു വഴി എന്ന രീതിയിൽ ആംബുലൻസ് ഗോപൻ സ്വാമിയുടെ മൃതദേഹവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. പോലീസ് സംഘം, ഉദ്യോഗസ്ഥ സംഘം അവർ ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങും. വീട്ടുകാരുമായി ചില കാര്യങ്ങൾ അവർക്ക് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും ആ രീതിയിലുള്ള എലമെന്റുകൾ അത് പൂർത്തിയാക്കണം. പോലീസിനെ സംബന്ധിച്ച് ഈ വൈകാരികമായ പ്രതിഷേധങ്ങളായിരുന്നു തലവേദന ഉണ്ടാക്കിയത്. എന്നാൽ ഇന്ന് അതൊന്നുമില്ല. ഇന്നത്തെ സംഭവവികാസങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5 മണിയോടുകൂടി പോലീസ് സർവ്വം സജ്ജമായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അക്കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുകയും ചെയ്തു. 5:45 ഫോറൻസിക് സംഘം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയ ശേഷം പോലീസിന്റെ ആദ്യ സംഘം ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കി. മാധ്യമപ്രവർത്തകരെയും നാട്ടുകാരെയും ഉൾപ്പെടെ ഏതാണ്ട് 150 മീറ്ററിനപ്പുറത്തേക്ക് വടം കെട്ടി പ്രവേശനം തടഞ്ഞു. അതിനുശേഷമാണ് ഏതാണ്ട് 1.5 മണിക്കൂർ സമയമെടുത്ത് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തിയാക്കിയത്. കോൺക്രീറ്റ് ആ ഭാഗം അത് പൊളിക്കാൻ എടുത്തത് 10 മിനിറ്റിൽ താഴെ മാത്രം. അതിനുശേഷം ഏതാണ്ട് 1.25 മണിക്കൂറോളം നീണ്ട ഇൻക്വസ്റ്റ്. ആ ഇൻക്വസ്റ്റിനൊടുവിൽ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം അവിടെയായിരിക്കും. ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലമടക്കം കിട്ടിയാൽ മാത്രമേ ദുരൂഹത പൂർണ്ണാർത്ഥത്തിൽ മാറുകയുള്ളൂ. ഈ ഗോപൻ സ്വാമിയുടെ കുടുംബം വീട്ടിലുണ്ട്. അവർ ആശ്രമം എന്ന് വിളിക്കുന്ന വീട്ടിലുണ്ട്. അവരുടെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ അത് വൈകാരികമായിരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ആ പ്രതികരണത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സബ് കളക്ടറുണ്ട്. സബ് കളക്ടറുടെ പ്രതികരണം, തുടർ നീക്കങ്ങൾ സംബന്ധിച്ച പ്രതികരണം നമുക്ക് ലഭിക്കണം. ഇൻക്വസ്റ്റിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കണം. അതിനൊക്കെ അപ്പുറത്തേക്ക് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരത്തിനപ്പുറത്തേക്ക് ആ മരണത്തിൽ ഒരു സസ്പീഷ്യസ് എലമെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പൂർണ്ണ അർത്ഥത്തിൽ തെളിവുകളുടെ അടക്കം അടിസ്ഥാനത്തിൽ, കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കേണ്ടത് അത്യാവശ്യമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യും. ഏതായാലും മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ വഴി കടന്നാണ് കാണുന്നതാണ് ആ ഗേറ്റ്. ആ ഗേറ്റിനകത്തായിരുന്നു ക്ഷേത്രവും അവരുടെ ആശ്രമവും സമാധിപീഠവും ഒക്കെ ഉണ്ടായിരുന്നത്. ആ സമാധിപീഠം ഏതാണ്ട് അത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അത് പൊളിച്ചു. അത് പൊളിച്ച ശേഷം ആ ദുരൂഹതയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി കുടുംബത്തിന്റെ പ്രതികരണം നിർണായകമാണ്. അവരുടെ വിശ്വാസ പ്രശ്നമാണെന്നായിരുന്നു അവർ ആവർത്തിച്ച് പറഞ്ഞത്. സബ് കളക്ടർ ആ കുടുംബവുമായി സംസാരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു. അവരോട് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാൽ ഇനി എങ്ങനെ സംസ്കരിക്കും, അവർക്ക് എന്താണ് അവരുടെ ആവശ്യം, അതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ അതായിരിക്കും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് സബ് കളക്ടർ ആ കുടുംബവുമായി ബന്ധപ്പെടുന്നത്. അവരുടെ പ്രതികരണം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വൈകാരികമായ ചില പൊട്ടിത്തെറികളടക്കം ഒരു പക്ഷേ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന്, ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന, മക്കൾ 2 പേർ, മരുമകൾ, അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും. കാരണം ഇത്രയും ദിവസം, ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇന്നലെ വരെ അവർ നടത്തിയ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നലെ വൈകി ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ മകൻ നടത്തിയ അവസാന പ്രതികരണത്തിലും അദ്ദേഹം പറഞ്ഞത് തന്റെ അച്ഛൻ മരിച്ചതല്ല, സമാധിയായതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ വൈകാരികമായിട്ടുള്ള, അവിശ്വസനീയമായിട്ടുള്ള ചില രീതികൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ആ രീതികളുടെ തുടർച്ചയെന്നോണം അവർ എന്താണോ സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചത് അത് സംഭവിച്ചിരിക്കുന്നു. നിയമപരമായിട്ടുള്ള വശങ്ങൾ, നിയമപരമായിട്ടുള്ള തുടരന്വേഷണം, ഇതിന്റെ ഭാഗമായി ആ കല്ലറ പൊളിച്ചിരിക്കുന്നു, ആ സമാധിപീഠം പൊളിച്ചിരിക്കുന്നു. ഒടുവിൽ ആ സമാധിപീഠം പൊളിച്ച് അവിടെ നിന്ന് ഈ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി നമുക്ക് സബ് കളക്ടറുടെ പ്രതികരണവും ആ കുടുംബത്തിന്റെ പ്രതികരണവും പ്രതീക്ഷിക്കാം. ഇൻക്വസ്റ്റിലെ മറ്റ് വിവരങ്ങളും നമുക്ക് തുടർ വാർത്തയായി അപ്ഡേറ്റ് ചെയ്യാം.
ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി എല്ലാ കണ്ണുകളും മെഡിക്കൽ കോളേജിലേക്കാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യമാണ്. അത് വളരെ വൈകാതെ നമുക്ക് അറിയാൻ കഴിയും. പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞാലുടൻ ഇത്തരം വിവരങ്ങളുമായി പോലീസ് മാധ്യമ സമ്മേളനം നടത്തും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ അവിടെ ചൂഴ്ന്നു നിന്നിരുന്നൊരു വിവാദത്തിന് അവസാനമാകുന്നു എന്ന് കരകമായ കാര്യമുണ്ട്. വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ തന്നെ അവസാനിച്ചു. ആറാലുമൂട്ടിൽ ജനങ്ങളെ 2 ചേരികളും 3 ചേരികളിലും ഒക്കെ ആക്കാനുള്ള ശ്രമങ്ങൾ ചില നിക്ഷിപ്ത താല്പര്യക്കാർ നടത്തിയിരുന്നു. എന്നാൽ ഈ താല്പര്യക്കാരൊക്കെ തന്നെ സ്ഥലം വിട്ടു ഇന്നലത്തെ കോടതി വിധിയോടെ എന്നുള്ള കാര്യം ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അതായത് പോലീസ് കുറ്റാന്വേഷണത്തിൻ്റെ മുന്നിൽ മതത്തിൻ്റെ ചിന്തകളുമായി കയറി നിൽക്കാനുള്ള ചിലരുടെ ശ്രമങ്ങളാണ് ചെറുത്ത് തോൽപ്പിക്കപ്പെട്ടത് എന്നാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരമായി ലഭിക്കുന്ന വാർത്ത എന്നുകൂടി പറയണം. ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ ആംബുലൻസ് നീങ്ങി ഇറങ്ങുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കായിരിക്കും. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വിദഗ്ധന്മാർ പൂർത്തിയാക്കും. അതോടെ വലിയൊരു വിവാദത്തിന് എന്താണ് സംഭവിച്ചത്, ഈ ഗോപൻ സ്വാമിയുടെ മരണത്തിന് എന്തെങ്കിലും ദുരൂഹത ബാക്കിയുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമാകും.